പോസ്റ്റൽ ഇൻഫോ പ്ലസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് സുകന്യ സമൃദ്ധി അക്കൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. SSA ഇത് പെൺകുഞ്ഞുങ്ങളുടെ പേരിൽ തുടങ്ങാവുന്ന ഒരു അക്കൗണ്ടാണ്. പെൺകുട്ടികളുള്ള രക്ഷിതാക്കൾക്ക് അവരുടെ തങ്ങളുടെ പെൺമക്കളുടെ ഭാവിയെ കരുതിയിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നൊരു നല്ലൊരു അക്കൗണ്ടാണ് SSA എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്ന അക്കൗണ്ട് ഓപ്പണിംഗ് ആണ്. അക്കൗണ്ട് ഓപ്പണിംഗ് ചെയ്യുന്നതിൻ്റെ ഒരു എലിജിബിലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടീഷൻ. അക്കൗണ്ട് ഓപ്പണിംഗ് ക്യാൻ ബി ഓപ്പൺഡ് ബൈ എ പേരൻറ്റ് ഓർ ലീഗൽ ഗാർഡിയൻ ഫോർ എ ഗേൾ ചൈൽഡ് ബിഫോർ ഷീ റീച്ചസ് 10 years ഓഫ് ഏജ്. അതായത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് 10 വയസ്സ് എത്താത്ത പെൺകുഞ്ഞിൻ്റെ പേരിൽ നാച്ചുറലായിട്ടുള്ള ഗാർഡിയനോ അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള ഗാർഡിയനോ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അടുത്ത ലിമിറ്റ് ഫോർ ഫാമിലി. ഒരു കുടുംബത്തിലെ മാക്സിമം 2 പെൺകുട്ടികളുടെ പേരിലുള്ള അക്കൗണ്ടേ അനുവദിക്കുകയുള്ളൂ. ഒരു കുടുംബത്തിൽ 2 അക്കൗണ്ടുകൾ, ഒരു പെൺകൊച്ചിന് ഒരു അക്കൗണ്ട് എന്ന കണക്കിൽ മാക്സിമം 2 അക്കൗണ്ടേ ഒരു കുടുംബത്തിൽ അനുവദിക്കുകയുള്ളൂ. ഇതിന് ചില എക്സെപ്ഷൻ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇരട്ടകൾ, പിന്നെ ഒരു പ്രസവത്തിൽ 2 പെൺകുഞ്ഞുങ്ങൾ ഒരുമിച്ച് ജനിക്കുക, 3 പെൺകുഞ്ഞുങ്ങൾ ഒരുമിച്ച് ജനിക്കുക, ഇങ്ങനെയുള്ള കേസ് വരുമ്പോഴത്തേക്ക് ഇതിനകത്ത് എക്സെപ്ഷൻ വരും. അല്ലാത്ത കേസിലൊക്കെ മാക്സിമം 2 അക്കൗണ്ട്സാണ് അനുവദനീയമായിട്ടുള്ളത്. ഉദാഹരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യത്തെ പ്രസവത്തിൽ ഒരു പെൺകുഞ്ഞ് വന്ന്, അപ്പോൾ അവിടെ ആ ഒരു ഫാമിലിയിൽ ഒരു SSA അക്കൗണ്ടായി. രണ്ടാമത്തെ പ്രസവത്തിൽ അവിടെ 2 ഇപ്പോൾ ഇരട്ടകളോ അല്ലെങ്കിൽ 3 പെൺകുഞ്ഞുങ്ങൾ അടുപ്പിച്ച് ജനിച്ച്, അങ്ങനെയുള്ള കേസിലൊക്കെ ഈ ഒരു മാക്സിമം 2 എന്ന് പറയുന്ന ഒരു ലിമിറ്റിന് എക്സെപ്ഷൻ വരും. പിന്നെ വേറൊരു കേസുണ്ട്. ഇപ്പോൾ ആദ്യത്തെ പ്രസവത്തിൽ 2 അല്ലെങ്കിൽ ട്വിൻസോ അല്ലെങ്കിൽ ട്രിപ്ലറ്റ്സോ, അതായത് 3 പെൺകുഞ്ഞുങ്ങൾ ഒരുമിച്ചോ ജനിക്കുകയാണെങ്കിൽ അവിടെ ആ ഒരു മാക്സിമം ലിമിറ്റ് ആയിക്കഴിഞ്ഞു. പിന്നെ അടുത്ത പ്രസവത്തിലുണ്ടാകുന്ന പെൺകുഞ്ഞിന് ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റത്തില്ല ആ ഒരു കുടുംബത്തിൽ. ഓപ്പറേഷൻ ഓഫ് അക്കൗണ്ടാണ്. ആരാണ് ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്? കാരണം 10 വയസ്സ് എത്താത്ത പെൺകുഞ്ഞിൻ്റെ പേരിലാണ് ഈ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഗാർഡിയനാണ് അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. ആ ഒരു പെൺകുഞ്ഞിന് ഏത് ഒരു കുഞ്ഞിൻ്റെ പേരിലാണോ ആ അക്കൗണ്ട് തുടങ്ങിയത്, ആ ഒരു പെൺകുഞ്ഞിന് 18 വയസ്സാവുന്നത് വരെ ഗാർഡിയനാണ് അത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. 18 വയസ്സായ ശേഷം ആ കുഞ്ഞിൻ്റെ ആ ഒരു മെച്യൂരിറ്റി ആയ ഒരു പെൺകുഞ്ഞിൻ്റെ ഈ KYC ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊണ്ട് ഹാജരാക്കിയിട്ട് പിന്നീട് അത് ആ ഒരു പെൺകുഞ്ഞിൻ്റെ പേരിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്, ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒരു അധികാരം. അടുത്തത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എമൗണ്ട്. ഇനിഷ്യൽ ഡെപ്പോസിറ്റ് എന്ന ഒരു തരത്തിൽ 250 രൂപയാണ് വേണ്ടത്. പിന്നെ ഓരോ ഫിനാൻഷ്യൽ ഇയറിലും മിനിമം 250 രൂപയെങ്കിലും ഇടണം. മാക്സിമം 1.5 ലക്ഷം വരെ ഇടാം. അതാണ് ഡെപ്പോസിറ്റ് ലിമിറ്റ് വരുന്നത്. അടുത്തത് ഇതിനകത്ത് ഡെപ്പോസിറ്റ്. ഇതിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് 15 വർഷം വരെ ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യാൻ മതിയാവും. ഇതിൻ്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത് 21 വർഷമാണ്. പക്ഷേ ഇതിൻ്റെ ഒരു ഡെപ്പോസിറ്റിംഗ് ടെന്യൂർ വരുന്നത് 15 വർഷമാണ്. ആ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് 15 വർഷമാണ് ഇതിൻ്റെ ഒരു ഡെപ്പോസിറ്റ് ടെന്യൂർ. അത്രയും വർഷം നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യാൻ മതിയാവും. ഇതിനകത്ത് 250 രൂപ നമ്മൾ മിനിമം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഇതിനകത്ത് ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ആ അക്കൗണ്ട് ഡിഫോൾട്ടറായിട്ട് കണക്കാക്കപ്പെടും, ട്രീറ്റ് ചെയ്യപ്പെടും. അടുത്ത പോയിന്റ് പറയുന്നത് ഈ ഡിഫോൾട്ടായി പോകുന്ന അക്കൗണ്ട് ഉണ്ടല്ലോ, 250 രൂപ നമ്മൾ മിനിമം അടയ്ക്കാതെ, അത് നമുക്ക് റെഗുലറൈസ് ചെയ്യാം. ഒരു 15 വർഷത്തെ ടെന്യൂർ പറയുന്നുണ്ടല്ലോ, അതിനുള്ളിൽ നമുക്ക് റെഗുലറൈസ് ചെയ്യാം ഇപ്പോൾ വേണമെങ്കിലും. അത് നമ്മൾ ആ ഒരു ഡിഫോൾട്ടായപ്പോൾ വർഷത്തെ മിനിമം തുക 250 അടയ്ക്കണം, പ്ലസ് ഒരു 50 രൂപ ഡിഫോൾട്ട് ഫീ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു ഡിഫോൾട്ടായി പോയ ആ ഒരു സ്റ്റേറ്റ് നമുക്ക് റെഗുലറൈസ് ചെയ്യാം. അടുത്തൊരു വിഡ്രോവലിൻ്റെ കാര്യം പറയുകയാണ്. അതായത് ഈ സുകന്യ സമൃദ്ധി അക്കൗണ്ടിൽ നിന്ന് 50% എമൗണ്ട് വിഡ്രോൾ ചെയ്തുകൊണ്ട് പോകാം. അതെപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടാണ്. ആ ഒരു പെൺകുഞ്ഞിൻ്റെ ഹയർ എഡ്യൂക്കേഷന് ഉപകാരപ്പെടട്ടെ എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യത്തോടെയാണ് ഒരു 50% വിഡ്രോൾ അനുവദിക്കുന്നത്. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് 18 വയസ്സ് കഴിയണം പെൺകുഞ്ഞ്, അല്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡ് പാസ്സാവണം. ഏതാണോ ആദ്യം നടക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ, ആ ഒരു സമയത്തിൽ ഈ ഒരു 50% വിഡ്രോൾ എന്ന് പറഞ്ഞൊരു സാധ്യത ആ അക്കൗണ്ട് ഹോൾഡറിന് ഉണ്ട്. Withdrawal up to 50% of balance available at the end of the financial year preceding the year of application of withdrawal may be taken from account for the purpose of education, provided that such withdrawal shall be allowed after the account holder attains the age of 18 years or has passed the 10th standard, whichever is earlier. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിലെ ഒരു പെൺകുഞ്ഞിൻ്റെ SSA അക്കൗണ്ടിൽ കിടക്കുന്ന എമൗണ്ടിൻ്റെ പകുതി അതിന് വിഡ്രോൾ കൊണ്ടുപോകാം അടുത്ത ഒരു ഫിനാൻഷ്യൽ ഇയർ ടെൻഡറിൽ. അപ്പോൾ അവൈലബിൾ ബാലൻസിൻ്റെ 50% വിഡ്രോ ചെയ്യാമെന്ന് പറഞ്ഞ് ഈ ഒരു വിഡ്രോവിൽ ഒറ്റത്തവണയായിട്ട് എടുത്തുകൊണ്ട് പോകാം.
പല ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടും എടുത്തുകൊണ്ട് പോകാമെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒരു കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. വിഡ്രോവൽ മേ ബി മെയ്ഡ് ഇൻ വൺ ലംസം ഓർ ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്, ഒറ്റ തവണയായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റുകളായിട്ടോ നമുക്ക് വലിച്ചുകൊണ്ട് പോകാം. നോട്ട് എക്സീഡിങ് 1 per year ഫോർ എ മാക്സിമം ഓഫ് 5 years. അങ്ങനെ ഈ ഇൻസ്റ്റാൾമെൻ്റായിട്ട് ഇങ്ങനെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഇങ്ങനെ വന്നെടുത്തുകൊണ്ട് പോക്കത്തില്ല. ഒരു ഫിനാൻഷ്യലിൽ ഒരു വട്ടം, അങ്ങനെ 5 വട്ടം ആയിട്ട് നമുക്ക് ഈ വിഡ്രോവൽ നടത്താം. അപ്പോൾ ഈ ഒരു വിഡ്രോവൽ എന്ന് പറയുന്നത് ഒറ്റ തവണയായിട്ട് മേടിച്ചിട്ട് പോകാം, 5 ഇൻസ്റ്റാൾമെൻ്റായിട്ട് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഒരു വിഡ്രോവൽ വെച്ചിട്ട് 5 തവണയായിട്ട് നമുക്കിത് വലിച്ചുകൊണ്ട് പോകാം. ഈ 50% ഓഫ് അവൈലബിൾ ബാലൻസ് എന്ന് പറയുന്നത്. അടുത്തൊരു പോയിട്ട് പറഞ്ഞു നോക്കെ, പ്രൊവൈഡഡ് ദാറ്റ് ദ എമൗണ്ട് ഓഫ് വിഡ്രോവൽ ഷാൽ ബി റെസ്ട്രിക്റ്റഡ് ടു ദ ആക്ച്വൽ റിക്വയർമെൻറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് ഫീ ആൻഡ് അതർ ചാർജസ് റിക്വയർഡ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ആസ് ഷോൺ ഇൻ ദ ഓഫർ ഓഫ് അഡ്മിഷൻ ഓർ ദ റിലവൻറ്റ് ഫീ സ്ലിപ്പ് ഇഷ്യൂഡ് ബൈ ദ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് പെൺകുഞ്ഞിൻ്റെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 50% വിഡ്രോവൽ അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ എടുത്ത് 50% കൊടുക്കുകയല്ല, ഇത് ജെന്യൂൻ ആയിരിക്കണം. അതായത് ഈ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഈ സ്ലിപ്പുകൾ, ഫീ സ്ലിപ്പുകൾ, പിന്നെ അഡ്മിഷൻ, ഓഫർ ഓഫ് അഡ്മിഷൻ, അപ്പോൾ ഇതിനകത്ത് കാണിച്ചിട്ടുള്ള തുകയിലേക്ക് ഈ ഒരു 50% ഓഫ് വിഡ്രോവൽ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടും. ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപ ഇതിനകത്ത് ഈ 50% കണക്ക് വെച്ച് നോക്കുമ്പോൾ 5 ലക്ഷം രൂപ എടുത്തുകൊണ്ട് പോകാം. പക്ഷേ ഈ ഫീ സ്ലിപ്പ്, ഈ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഫീ സ്ലിപ്പ്, പിന്നെ ഓഫർ ഓഫ് അഡ്മിഷൻ, അതിനകത്തൊക്കെ ഇപ്പോൾ ഒരു 2 ലക്ഷത്തിൻ്റെ കാര്യമേ ഉള്ളൂ, 2 ലക്ഷത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെ കാണുകയാണെങ്കിൽ ഈ 2 ലക്ഷം രൂപയിലേക്ക് ഒരു വിഡ്രോവൽ ചുരുക്കപ്പെടും എന്ന് പറയുന്നു. അടുത്ത ഇൻട്രസ്റ്റ്, SSAയുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ്റെ കാര്യമാണ് പറയുന്നത്. ദ ഇൻട്രസ്റ്റ് ഷാൽ ബി കാൽക്കുലേറ്റഡ് ഫോർ ദ കലണ്ടർ മന്ത് ഓൺ ദ ലോസ്റ്റ് ബാലൻസ് ഇൻ ദ അക്കൗണ്ട് ബിറ്റ്വീൻ ദ ക്ലോസ് ഓഫ് ദ 5th day ആൻഡ് എൻഡ് ഓഫ് ദ മന്ത്. അതായത് ഇതിനകത്തുനിന്ന് ഇൻട്രസ്റ്റിൻ്റെ ആദായം കിട്ടണമെങ്കിൽ എന്തെങ്കിലും നമ്മൾ കൊണ്ട് നിക്ഷേപിക്കുമ്പോഴത്തേക്കും ഒരു മാസത്തെ 5-ാം തീയതിക്ക് മുമ്പ് കൊണ്ടിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 60,000 രൂപ അക്കൗണ്ടിലുണ്ട്, നമ്മൾ ഒരു ഡെപ്പോസിറ്റ് നടത്തുവാണ് ഒരു മാസത്തിൽ, അത് ഒരു 10,000 രൂപ ഡെപ്പോസിറ്റ് നടത്തുവാണ്. അപ്പോൾ നമ്മളത് ഒരു 5-ാം തീയതിക്ക് മുമ്പ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ 60,000 പ്ലസ് ഈ ഒരു 10,000, 70,000 രൂപയ്ക്കാണ് ആ മന്തിൽ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. പക്ഷേ ഈ ഒരു 10,000 കൊണ്ടിട്ട് ഈ 5-ാം തീയതി കഴിഞ്ഞുള്ള ഡേറ്റിൽ ഇടുകയാണെങ്കിൽ ആ 60,000 രൂപയ്ക്കാണ് ആ മാസം ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുക. അതാണ് ഈ ഒരു ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ആദായം കിട്ടണമെങ്കിൽ നമ്മൾ 5-ാം തീയതിക്ക് മുമ്പ് കൊണ്ടിട്ട് ആ അക്കൗണ്ടിൽ ഇടണം ആ ഒരു ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് ഷാൽ ബി ക്രെഡിറ്റഡ് ടു ദ അക്കൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഫിനാൻഷ്യൽ ഇയർ. ഓരോ ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിലും ഇൻട്രസ്റ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഇൻട്രസ്റ്റ് ഏൺ ഈസ് ടാക്സ് ഫ്രീ അണ്ടർ ഇൻകം ടാക്സ് ആക്ട്. ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ആ ഒരു കിട്ടുന്ന ഇൻട്രസ്റ്റ് ടാക്സ് ഫ്രീ ആണ്. ക്ലോഷർ ഓഫ് അക്കൗണ്ട്, ദ അക്കൗണ്ട് സ്റ്റിൽ മെച്ചർ ഓൺ കംപ്ലീഷൻ ഓഫ് എ പീരീഡ് ഓഫ് 21 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് ഓപ്പണിംഗ്. അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് 21 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ അക്കൗണ്ട് നമുക്ക് ക്ലോഷർ ചെയ്തെടുക്കാം. അപ്പോൾ അക്കൗണ്ട് 21 വർഷം ആയി കഴിഞ്ഞാൽ ക്ലോഷർ ചെയ്തുകൊണ്ട് പോകാം. പക്ഷെ അതിന് മുമ്പും ക്ലോഷർ നടക്കും. എപ്പോഴാണ്? ആ ഒരു അക്കൗണ്ട് ഹോൾഡറുടെ മാരേജ് ടൈമിൽ, ആ ഒരു മാരേജ് പർപ്പസിന് അക്കൗണ്ട് ക്ലോഷർ ചെയ്യാം ആപ്ലിക്കേഷൻ തരികയാണെങ്കിൽ. അപ്പോൾ ഒരു ഏജ് പ്രൂഫൊക്കെ തരണം, ഡിക്ലറേഷനൊക്കെ തരണം ഈ ഏജ് തെളിയിക്കാനായിട്ട് 18 വയസ്സ് ഉണ്ടെന്നുള്ളത്. അടുത്തൊരു പോയിന്റ് പറഞ്ഞിരിക്കുന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു ക്ലോഷർ അനുവദിക്കത്തില്ല. എപ്പോഴാണ്? ബിഫോർ 1 month ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ഇൻറ്റൻഡ് മാരേജ്. മാരേജിനേക്കാൾ 1 മാസം മുമ്പ് അനുവദിക്കത്തില്ല. പിന്നെ ആ മാരേജ് കഴിഞ്ഞ് ആഫ്റ്റർ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് മാരേജ്, ആ ഡേറ്റിന് 3 മാസം കഴിഞ്ഞും അനുവദിക്കത്തില്ല. 1 മാസം മുമ്പും അനുവദിക്കത്തില്ല, 3 മാസം കഴിഞ്ഞും അനുവദിക്കത്തില്ല ആ ഒരു പർട്ടിക്കുലർ ഡേറ്റ് ഓഫ് മാരേജിൽ നിന്ന്. അടുത്ത പ്രിമച്ചർ ക്ലോഷർ, PMC. പ്രിമച്ചർ ക്ലോഷർ ചെയ്യാം ഇൻ ദ ഈവൻറ്റ് ഓഫ് ഡെത്ത് ഓഫ് ദ അക്കൗണ്ട് ഹോൾഡർ. അക്കൗണ്ട് ഹോൾഡർ മരിക്കുകയാണെങ്കിൽ പ്രിമച്ചർ ക്ലോഷർ ചെയ്തുകൊണ്ട് പോകാം. ദ അക്കൗണ്ട് ഷാൽ ബി ക്ലോസ്ഡ് ഇമ്മീഡിയറ്റ്ലി. അക്കൗണ്ട് പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യപ്പെടും. ഓൺ ആപ്ലിക്കേഷൻ കൊടുക്കണം. ഓൺ പ്രൊഡക്ഷൻ ഓഫ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ദ കോമ്പറ്റന്റ് അതോറിറ്റി ഇഷ്യൂ ചെയ്ത ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ ഹാജരാക്കണം. ആൻഡ് ദ ബാലൻസ് അറ്റ് ദ ക്രെഡിറ്റ് ഓഫ് ദ അക്കൗണ്ട് ആൻഡ് ഇൻട്രസ്റ്റ് ഡ്യൂ ദെയർ ഓൺ ടിൽ ദ ഡേറ്റ് ഓഫ് ദ ഡെത്ത് ഷാൽ ബി പേഡ് ടു ദ ഗോഡിൻ. അപ്പോൾ അതുവരെയുള്ള അവൈലബിൾ ബാലൻസും പിന്നെ ഇൻട്രസ്റ്റൊക്കെ ആ ഗോഡിന് പേ ചെയ്യപ്പെടും. അടുത്ത പോയിന്റ് പറയുന്നത് നോക്കി, ഇൻട്രസ്റ്റ് ഫോർ ദ പീരീഡ് ബിറ്റ്വീൻ ദ ഡേറ്റ് ഓഫ് ഡെത്ത് ഓഫ് ദ അക്കൗണ്ട് ഹോൾഡർ ആൻഡ് ദ ഡേറ്റ് ഓഫ് ക്ലോഷർ ഓഫ് ദ അക്കൗണ്ട് ഷാൽ ബി പെയ്ഡ് അറ്റ് ദ റേറ്റ് ആപ്ലിക്കബിൾ ഓൺ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് ഫോർ ദ ബാലൻസ് ഹെൽഡ് ഇൻ ദ അക്കൗണ്ട്. അതായത് ഒരാൾ മരണപ്പെട്ടു, അക്കൗണ്ട് ഹോൾഡർ മരണപ്പെട്ടു,
ആ മരണപ്പെട്ട സമയത്ത് ഈ അക്കൗണ്ട് ഉടനെ ക്ലോസ് ചെയ്യുന്നില്ല എന്ന് വെച്ചോ, കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്കൊരു സമയമുണ്ടല്ലോ, അക്കൗണ്ട് ഹോൾഡർ മരിച്ച ആ സമയം തൊട്ട് ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്തെടുക്കുന്നൊരു സമയം, അതിനിടയ്ക്കുള്ള ഈ ബാലൻസിനുള്ള മേലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഈ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റാണ് അതിനകത്ത് ആഡായി വരുന്നത്. അടുത്ത കുറച്ചുകൂടെ കണ്ടീഷൻസ് പറഞ്ഞിരിക്കുകയാണ്. PMC അക്കൗണ്ട് മേ ബി prematurely closed only after 5 years of account opening on extreme compassionate grounds, namely. അപ്പോൾ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് 5 വർഷം കഴിഞ്ഞിട്ട് ഈ താഴെ പറയുന്ന കുറച്ച് കഠിനമായിട്ടുള്ള, അതായത് കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഈ അക്കൗണ്ട് ഹോൾഡർക്ക് എന്തെങ്കിലും ലൈഫ് ത്രെറ്റനിങ് ഡിസീസ് വരുന്നത്, അതിനുള്ള മെഡിക്കൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് PMC, പിന്നെ ഡെത്ത് ഓഫ് ദ ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഗോഡിയൻ്റെ മരണം, അല്ലെങ്കിൽ ഈ അക്കൗണ്ട് റൺ ചെയ്തുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട്, കണ്ടിന്യൂഷൻ ഓഫ് ദ അക്കൗണ്ട് ഈസ് കോസിങ് അൺഡ്യൂ ഹാർഡ്ഷിപ്പ് ടു ദ അക്കൗണ്ട് ഹോൾഡർ, അത് മുന്നോട്ട് കൊണ്ടുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയുള്ള ഗ്രൗണ്ട്സിലൊക്കെ കമ്പാഷണേറ്റ് ഗ്രൗണ്ട്സിൽ പ്രിമച്വർലി ക്ലോഷർ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയിൽ കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകൾ അറിയപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.